അഭിമാനം ഭയങ്കര സ്പ്രിങ് ഉറിച്ചുണ്ട്. ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണലുണ്ടാവില്ല. അപ്പോൾ സ്വർണത്തിൻ്റെ ഒരുപാട് മോഡൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കലുണ്ട്. പിന്നെ സ്വർണം വാങ്ങേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറയലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വർണത്തിൻ്റെ ആഭരണത്തിൻ്റെ ബലം, അതായത് ഒരു ചെയിന്, ഒരു പാദസരം, ഒരു വള. അപ്പോൾ ഏത് മോഡലാണ് ഏറ്റവും കൂടുതൽ ബലം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുമെന്ന്. ഇവിടെ ഏതാണ്ട് കുറേ മോഡലുണ്ട്. ഇത് ഞാൻ നിങ്ങളെ മുമ്പിൽ വലിച്ച് പൊട്ടിക്കാൻ നോക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായതിൻ്റെ ഉറപ്പ് ഏതാണെന്നുള്ളത്. പെട്ടെന്ന് പൊട്ടുന്നതാണെങ്കിൽ ഉറപ്പ് കുറവാണ്, നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പ് കൂടുതലുള്ള തന്നെയാണെന്ന് പറയാനില്ല. അപ്പോൾ ഇവിടെ കുറച്ച് മോഡലുണ്ട്. അപ്പോൾ ഈ മോഡലിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് പൊട്ടിക്കുന്നത് കാണിച്ചു തരാം. അതിൻ്റെ ബലം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ചില മോഡൽ ബെലിച്ചാലൊന്നും പൊട്ടില്ല, ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ചില മോഡൽ വേഗം ബെലിച്ചാൽ പൊട്ടും. അപ്പോൾ നിങ്ങൾ ചെയിന് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല മോഡൽ, നല്ല ഉറപ്പുള്ള മോഡൽ നോക്കിയിട്ട് വാങ്ങുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഫസ്റ്റ് തുടങ്ങാം. ഇവിടെ കുറച്ച് മോഡലുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം ചെയ്തത് ഇത് ഉറിച്ചെയിനാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പണ്ടേ ഉള്ള ചെയിനാണ്. ഇത് 2.5 പവനാണ് ഉള്ള കേട്ടോ. ഈ ചെയിന് 20 ഗ്രാമിന് 8 പിടി ചെയിനാണ്. ഇത് അധികം പഴക്കമൊന്നും വന്നിട്ടില്ല, നല്ല പുതിയ ചെയിൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഉറപ്പ് നിങ്ങൾ നോക്കിക്കാം. വലിക്കാല വിജയിച്ച വിളിക്കട്ടെ വിശാ നോക്കിയാ. ഇത് 2.5 പവൻ്റെ ഉറിച്ചതിൻ്റെ ഉറപ്പ്. ഇത് ഞാൻ ബലി തുടങ്ങി കണ്ടോ, നല്ല ബലി വലിച്ച് ഇതാ ഈ ഒരു ലെവലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഉറിച്ചതിന് എന്തായാലും നല്ല ഉറപ്പുള്ള ചെയിനാണ്. കാരണം ഞാൻ പിടിച്ച് വലിച്ചിട്ട് പൊട്ടുന്നില്ല. ഇനി ഞാൻ കുറച്ചുകൂടി കരുത്തിൽ ഒന്ന് പിടിച്ച് വലിക്കുക, അതായത് ചൊറച്ച് പിടിച്ചിട്ട്. ഞാനിപ്പോൾ ഒരു സാധാരണ വലിയ വലിച്ചാൽ, ഇതിപ്പോൾ നിങ്ങളെ കഴുന്ന് ഒരു കള്ളൻ പിടിച്ച് വലിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു ടൈറ്റിൽ ഞാൻ വലിക്കാം. നോക്കിയാ പൊട്ടി. എന്തായാലും 2.5 പവൻ്റെ ഉറിച്ചതിൻ്റെ പവറാണ് ഇപ്പം നിങ്ങൾ കണ്ടേ. ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ശാലിനെ കൊണ്ട് പൊട്ടിക്കാം. ശാലിനി ഒന്ന് വന്നാട്ടെ. അങ്ങനെയല്ല, ആണുങ്ങൾ നമ്മളെ കൈക്കരുത്ത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് ശാലിനിനെ ഒന്ന് നോക്കാം. പെണ്ണുങ്ങളെ വലിക്കുമ്പോൾ അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവല്ല. നോക്കിയാ പൊട്ടുന്നണ്ടേ, അത് പറ്റൂല. പൊട്ടിക്കളോ, പൊട്ടിച്ചിട്ടേ പോണ്ടു. പിടി കുറച്ച് ദൂരോട്ട് പിടി. ഇവള് അടുപ്പിച്ചാ പിടിച്ച, കുറച്ച് ദൂരോട്ട് പിടിച്ച് വലിക്കും. അന്നേരം നമുക്ക് പൊട്ടിക്കാൻ ചാൻസ് കൂടുതലാണ്. അല്ല, 2.5 പവന്റെ സ്പ്രിങ് ഉറിച്ചതിന്റെ ബലാന്ന് ഇത്. അതിന്റെ ഒരു കണ്ണി ഇത്രക്കും ഉറപ്പുണ്ട് സാധനം. ഇനി ഏതാണ് നിങ്ങൾക്ക് മനസ്സിലായല്ല, ഈ ഒരു ചെയിൻ മോശമില്ലാത്ത ചെയിനാണ്, നല്ല ഉറപ്പുള്ളതാണ്, പണ്ടേ ഉള്ള മോഡലാണ്. ഇതിനുള്ള സ്പ്രിങ് ആണുള്ളത്. ഇതിനുള്ളിൽ തന്നെ നമ്മളെ ബോളില്ലേ, അത് വെച്ചിട്ടുള്ള മോഡലും ഉണ്ട്. അപ്പോൾ എന്തായാലും മോശമില്ലാത്ത നല്ല ഉറപ്പുള്ള ഒരു മോഡലാണെന്ന് പറയാനുള്ളത്. പിന്നെ അടുത്തതുണ്ടല്ലോ, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞൊരു ചെയിനാണ്. അപ്പോൾ ഇതിന്റെ ബലം നമുക്ക് ആദ്യം നോക്കാം. ഞാൻ പൊട്ടിക്കാൻ തന്നല്ലേ. ശാലിനി നീ പറഞ്ഞി പോല്ല, കഴിഞ്ഞില്ല ബാബാ, നേരിട്ട് തന്നെ നമുക്കെല്ലാം പൊട്ടിച്ചിട്ട് പോയാൽ മതി. പറഞ്ഞല്ലേ, ഞാൻ പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെ ബലിക്ക് സിമ്പിളാവും. ഇവളെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉറപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഏതായാലും ഞാനൊന്ന് പൊട്ടിക്കാം. ഇത് ക്യാപ്സ്യൂളാണ്. സോറി, ഇതിൻ്റെ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് 1.25 പവനാണ് ഇത് ഉള്ളത് കേട്ടോ. 1.25 പവന് 8 പിടീൻ്റെ ക്യാപ്സ്യൂളാണ്. അപ്പോൾ നോക്കാമല്ലേ. അയ്യോ, ഇതിന് പക്ഷേ 1.25 പവനേ ഉള്ളേ, എന്നാലും ഉറപ്പ് തീരെയില്ല. ശാലി ഒന്ന് നോക്കിയാട്ടെ, ഉറപ്പ് വളരെ വളരെ കുറവാണ്. അയ്യോ, ഈ വക ചെയിന് ഇത്രയേ ഉറപ്പുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള. അപ്പോൾ ആ മോഡൽ കഴിഞ്ഞ അടുത്തത് നമ്മളെ പ്രിയപ്പെട്ട സച്ചിൻ ചെയിന്, പണ്ടേ ഉള്ള സച്ചിൻ ചെയിനാണ്. ഇത് തൂക്കം ഞാൻ പറഞ്ഞുതരാം. 1 പവനാണ് സച്ചിൻ ചെയിന്. ഇപ്പോൾ 1 പവൻ്റെ ക്യാപ്സ്യൂള് നമ്മൾ 1.25 ക്യാപ്സ്യൂൾ ചെയിന് പൊട്ടിക്കുന്നുണ്ടല്ലോ. 1 പവൻ്റെ സച്ചിൻ ചെയിനിന്റെ ബലം നമുക്കൊന്ന് നോക്കാം. അതിനെക്കാട്ടി ഉറപ്പ് എന്തായാലും ഉണ്ടാവും 1 പവൻ്റെ. ശാലി ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. ഇങ്ങോട്ട് കേട്ടോ, മെല്ലെ പൊട്ടിക്കല്ല, പിടിച്ച് ബേമലിക്കല്ല. അല്ല കുറച്ച് അല്ല, മറ്റേക്കാട്ട് ഉറപ്പില്ലേ കണ്ടാ. സച്ചിൻ ചെയിന് 1 പവൻ്റെത് പിന്നെയും നല്ല ഉറപ്പുണ്ടെന്ന് എനിക്ക് പറയാനുള്ള. അടുത്ത ആംഗ്ലറ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് ശരിക്കും നല്ല കട്ടിയുള്ള ആംഗ്ലറ്റാണ്. ഇതും ഉർവശി ചെയിനാണ്. ഇതിന് ഉർവശി ചെയിൻ എന്ന് പറയും, ബോംബെ ചെയിൻ എന്ന് പറയും. ഇത് 3.5 പവൻ്റെ ഉർവശി ചെയിന് ആണിത്. 3.5 പവൻ്റെ ആംഗ്ലറ്റ് ആണ് ഇത്. നോക്കിയാട്ടെ, വെല്ലാളെ ഒരു ആംഗ്ലറ്റാണ്, 3.5 പവനാണ്. ശരിക്കും ബോംബെ ചെയിൻ ഉണ്ടല്ലോ, സാധാ പൊള്ള പോലത്തെ ഒന്നല്ല, ഫുൾ കട്ടിയായിരിക്കും, ഫുൾ കമ്പിയായിരിക്കും. അപ്പോൾ ഇതിന്റെ ബലം ഭയങ്കരമാണ്. അപ്പോൾ 3.5 പവന്റെ ആംഗ്ലറ്റിന്റെ ബലം കണ്ടോ. ഉർവശി ചെയിന്, ബോംബെ ചെയിൻ എന്ന് പറയും. ഒന്ന് മാറിക്കോ, പൊട്ടിട്ട് അടിച്ചുകൊണ്ട്. ഓക്കെ, ഇത് സാധനം ഉറപ്പെന്നുള്ള കാര്യത്തിൽ എനക്കൊരു സംശയം ഭയങ്കര ഉറപ്പാണ്. ഞാൻ അതാണ് അത്ര എയിമിട്ട് ബലിച്ച, അത്രയും ഊക്കോടെ ബലിച്ച തുടക്കത്തില്. ഇനി ഇതാ നമ്മളെ പെൺകരുത്ത് നമുക്ക് നോക്കാം. ശാലിനി
മെല്ലെ 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 ആ ഓക്കെ പിടിച്ചോ ആ വലി ശക്തിയില് വലി ശക്തിയില് വലി പൊട്ടിക്കണോ ഞാൻ പറഞ്ഞേ 3.5 പവനാണ് ബോംബെ ചെയിൻ അല്ലെങ്കിൽ ഉർവശി ചെയിൻ വെച്ചാൽ ഭയങ്കര ഉറപ്പായിരിക്കുക. പണ്ടേ ഉള്ള മോഡലാണ്, നല്ല ഉറപ്പത്. നമ്മളെ പെൺകരുത്ത് വർഷക്ക് ഒന്ന് കൊടുക്കേ. വർഷ കാണുമ്പോഴല്ല ചെറുതാക്കണം ഭയങ്കര കരുത്താന്നേ, ഒരു മയത്തില് വലിക്കല. ഓക്കെ അപ്പൊ നമ്മളെ പെൺകരുത്ത് വർഷ വർഷ പൊട്ടിക്കണോ? വലിച്ചോ പൊട്ടിക്കണോ? ആ പൊട്ടിച്ചേ അടങ്ങൂ, പൊട്ടിക്കേ. ഭയങ്കര നല്ല വർഷ. എന്നാ വിജേഷ് നീ ഇനി ആണുങ്ങളെ നോക്കേ. വിജേഷ് എന്നെക്കാട്ടിയും ഹൈറ്റും വെയിറ്റും ആരോഗ്യമുള്ള ആളാണ് വിജേഷ്. അപ്പൊ നിസ്സാരമായിട്ട് പൊട്ടിക്കാനാണ് ചാൻസ്. നമുക്ക് നോക്കാം. പൊട്ടല്ലോ വിജേഷ? പൊട്ടിക്കുവോ? അപ്പൊ വിജേഷ ഒന്ന് പൊട്ടിച്ചോട്ടെ, കുറച്ച് മെല്ലെ പൊട്ടിച്ചോ മതി ചേട്ടാ. ഇവന്റെ കരുത്തിനത് ഇത് ഉണ്ടാവില്ല, കയ്യെല്ലാം കാണുന്നില്ലേ? ആ വിടാൻ പാടില്ല വിജേഷേ, പൊട്ടിച്ചോളാം. ആ നിസ്സാരം. ഞാൻ പൊട്ടിച്ചില്ലേ, നീ പൊട്ടിക്കണ്ടേ? അതെ പൊട്ടിക്കുക. ആ കറക്റ്റ് ആവുന്നില്ല, ശ്രമിക്ക്. ആവൂ. ഇവന്റെ കൈന്റെ വണ്ണെല്ലാം കണ്ടപ്പോ ഞാൻ വെച്ചില്ല, തകർന്നു. സാധനം സൂപ്പർ ഉറപ്പ്. അതൊരു കാര്യം ചെയ്യാം, മാനേജർ നമ്മളെ മൊബൈൽ പിടിച്ചിട്ടില്ല. മാനേജർ അവസരം സുഷ പൊട്ടിക്കുന്നതാ. പിന്നെ ഒന്ന് ക്യാമറ പിടിച്ചിട്ട് ആരെങ്കിലും പോയിട്ട്. ഇപ്പൊ നമ്മളെ മാനേജർക്ക് നോക്കാം. അതായത് 3.5 പവന്റെ ഉർവശി ചെയിൻ, ബോംബെ ചെയിനിന്റെ കരുത്തിതാ. മാനേജർ പെട്ടെന്ന് വിളിച്ച് പൊട്ടിക്കാൻ കുറച്ച് സമയം തൊട്ടിച്ചു കേട്ടാ. ഇവ എന്നെക്കാട്ടി ഐറ്റും പേറ്റും ആരോഗ്യം എല്ലാം ഉള്ള മനുഷ്യനാന്നേ. നോക്കാലേ പൊട്ടിട്ട് ചോദിച്ചാ അഭിമാന പ്രശ്നമാണ് കേട്ടാ. ഇതാണ് കൈക്കരുത്തിന്റെ. ഇതൊന്നും പൊട്ടിച്ചേട്ടാ, ഒന്നുകൂടിയേ. ചെയിന്റെ ഉറപ്പ് നമുക്ക് ഒന്നുകൂടി ഒന്ന് വിലയിരുത്താം. ഇതൊന്ന് പൊട്ടിച്ചാർന്ന് ചോദിച്ചാ. വെരി ഗുഡ് വെരി ഗുഡ്. കൈയടിച്ചാ പൊട്ടോ ഒന്നുകൂടി നോക്കട്ടെ. ഞാനൊന്ന് ഒന്നുകൂടി ശ്രമിച്ചോട്ടെ. ശബരി വലിച്ച പകുതിക്കാക്കിന്. ഇത്ര ഉറപ്പുണ്ട് സാധനം കേട്ടാ. കൈയുടെ തോല് പോയി. അടുത്തതുണ്ടല്ലോ ഉർവശി ചെയിനാണ്. ഇത് കുറച്ച് നേരിതാണ്. ഇതിന്റെ തൂക്കം 1 പവന്റെ ഉർവശി ചെയിനാണ്. ഇത് ചെയിനാ നമ്മൾ നേരത്തെ ആംഗിളിട്ടാന്ന് പൊട്ടിച്ചേ. പക്ഷെ ഈ ചെയിന് കുറച്ചൊരു സ്ട്രോങ് കൂടും കേട്ടാ. നോക്കാം, സിമ്പിൾ ആയിട്ട് വേണ്ട. ആദ്യം ശാലിന് തന്നെ പൊട്ടിച്ചെന്ന് പറയും. ഇത് ഞാൻ പൊട്ടത് പൊട്ടിക്കും. വേറെ ഇങ്ങോട്ടോ പൊട്ടിച്ചേട്ടാ. ശാലിന് പൊട്ടിക്കും ഉർവശി ചെയിന്. പക്ഷെ അവിടെ പണ്ടേയുള്ള മോഡലാണ്. സാധനം നല്ല ഉറപ്പുണ്ട്. 1 പവന്റെ ചെയിനാണ് ഇത്. 6 പിടി ചെയിനാണ്, 8 ഗ്രാമിന് 6 പിടി ചെയിനാണ്. അപ്പൊ അതിന്റെ ഉറപ്പ് എന്തായാലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ ഇത് കാഴ്ച കുറച്ച് കുറവേ. ഇപ്പൊ കാഴ്ച കൂടി ഒരുപാട് മോഡൽ വന്നതുകൊണ്ട് ഇതൊക്കെ ബാക്കോട്ടേക്ക് പോയി എന്നുള്ളതാണ്. പക്ഷെ പണ്ട് കാലത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഇപ്പോ കുട്ടികൾക്ക് അല്ലെ അരഞ്ഞാണത്തിനായാലും പിന്നെ പാദസരത്തിനായാലും നമ്മൾ ഈ ഉർവശി ചെയിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിന് കാരണം അത് പരന്ന് നല്ല ഫിറ്റായിട്ട് നല്ല ഉറപ്പിൽ നിൽക്കുന്നുള്ളതാണ്. എന്തായാലും ഈ 1 പവന്റെ ഉർവശി ചെയിൻ ഞാനൊന്ന് പൊട്ടിച്ചോണ്ട് ആവാൻ നോക്കട്ടെ. അതിന്റെ തോലെല്ലാം പോയി നേരത്തെ എന്നാലും ഒരു ശ്രമം. നല്ല ഉറപ്പാണ്, നല്ല ഉറപ്പിച്ചാൽ ഭയങ്കര ഉറപ്പേ. അതെല്ലാം ഈ ക്യാപ്സൂൾ ചെയിനല്ലോ വെറും എന്താ പറയണ്ട ഉറപ്പില്ലാത്ത മോഡൽ തന്നെ പറയാനുള്ളത്. കാരണം ഇത് വെറും പൊള്ളയാണ്, കാണാൻ നല്ല വണ്ണത്തിൽ കാണും. പക്ഷേ ഇത് വലിക്കുമ്പോൾ ഇത് കീറിപ്പോവും. ബാക്കിയുള്ളത് വെച്ചാൽ കമ്പിയാണ്. കമ്പി വെച്ചാൽ സോളിഡ്. ഇത് വലിച്ച് പൊട്ടിക്കൽ കുറച്ച് പാടാണ്. അതുപോലെ ഈ സച്ചിൻ ചെയിനും ഞാൻ പറഞ്ഞ വലിയ ഉറപ്പില്ല. ഒരുപാട് അത് ഇതിന്റെ ഉറപ്പില്ല. പക്ഷെ എന്താണ് ഈ സച്ചിൻ ചെയിനിന്റെ കാഴ്ചയാണ് ഇതിനെ വാങ്ങാൻ വേണ്ടി ആൾക്കാരെ പ്രേരിപ്പിക്കുന്നത്. കാരണം മറ്റേത് കാഴ്ച അതിന്റെ പകുതി കാഴ്ചയുള്ളൂ. സച്ചിൻ ചെയിനാകുമ്പോൾ നല്ല വർക്കത്ത് വന്നില്ല. ഞാനിട്ടതും സച്ചിൻ ചെയിനാണ്, നല്ല കാഴ്ചയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു വലിയ, പക്ഷേ ഇത് പൊട്ടിക്കാൻ കുറച്ച് പണിയുണ്ട്. ഏതാണ്ട് എനക്കൊന്ന് ഇത് 3 പവനുണ്ട്. അപ്പം നല്ല ഉറപ്പുണ്ടാവും. വലിക്കണ്ടി കുറച്ച് പാടാണ്. പിന്നെ എൻ്റെ ഇത് പൊട്ടിക്കണ്ടേ, ഞാനതായാലും ശ്രദ്ധിക്കുമല്ലോ, വെറുതെ വിടും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടല്ലോ 1 പവന്റെ വളയാണ്. ഇത് 1 പവന്റെ തോടവള, ഉള്ളിൽ ഫൈബർ ഇട്ട വള. ഇത് 1 പവന്റെ സാധാ പിരിവളയാണ്, പൈപ്പായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഇതിന്റെ ബലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി, ഇതിന്റെ ഉറപ്പ് തിരിയാൻ വേണ്ടിയിട്ടേ. 1 പവന്റെ വളയുടെ ഉറപ്പുകൾ കണ്ടോ, അത്രയേ ഉള്ളൂ. 1 പവനാണ് ഈ സാധനം, പൈപ്പാണ്. ഇത് വലിയ ഉറപ്പൊന്നും ഉണ്ടാവുന്നില്ല. ഇത് നമ്മൾ 1 പവന്റെ ഫൈബർ ഇട്ട സാധനമാണ്. എന്റെ വിരൽ കുറച്ച് ബലം കൂടുതലാണ്. നമുക്ക് ശാലു നീ പിടിച്ചോട്ടെ. കുറച്ച് കടുപ്പില്ല എന്തായാലും. ഇതിനേക്കാൾ കുറച്ചുകൂടി അല്ലേ, ഇതിനേക്കാൾ കുറച്ചുകൂടി ഉറപ്പ് ഈ ഫൈബർ ഇടുന്നുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ പിൻബലത്തിലാണ് ഈ ഒരു മോഡലിൽ ഇത്ര ബലം കിട്ടുക. നേരെ വെച്ച് ഇതിപ്പോ കണ്ട തീർത്തിട്ടല്ല. ഇത് സാധാ ഫൈബർ ഒന്നും ഇല്ലെങ്കിൽ 1 പവന്റെ വളേണ്ട അവസ്ഥ ഉണ്ടേ.
ഇത്രയേ ഉള്ളൂ. പക്ഷെ ഫൈബർ ഇട്ടുകൊണ്ട് ശാലിനിക്കാല് ഇങ്ങനെ പിടിച്ച് അമർത്തണം അല്ലേ, ആ ഒരു ബലം വന്നു എന്നുള്ളതാണ് കാര്യം. എന്തായാലും നമ്മൾക്ക് വന്ന കുറച്ച് ചെയിനുകളെ ബലം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഏതാണ്ട് ഇതിനൊരു ഐഡിയ മനസ്സിലായല്ലോ. അപ്പോൾ ചെയിൻ വാങ്ങുമ്പോൾ നല്ല ഉറപ്പുള്ള ചെയിൻ നോക്കി വാങ്ങാമെന്നാണ് പറയാനുള്ള. കാഴ്ച നോക്കണ്ട, കുറേ കാലം യൂസ് ചെയ്യുക. കാരണം സ്വർണ്ണ വില ഭയങ്കരമാണ്. പണിക്കൂലി എന്ന് പറയുന്ന സാധനം ഭയങ്കര സംഭവം തന്നെ. ഇപ്പോൾ പണിക്കൂലി ഒരുപാട് കൂടിയിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ 1 പവൻ്റെ ചെയിൻ എന്ന് പറയുമ്പോൾ വലിയ പണിക്കൂലിയാണ്. അത് 1 പവൻ്റെ ചെയിൻ വാങ്ങിയാൽ എന്തായാലും ഒരു 2-3 കൊല്ലം യൂസ് ചെയ്തിട്ട് മാറ്റേണ്ട ലെവലുള്ള ചെയിൻ വാങ്ങാം, ഉറപ്പുള്ള ചെയിൻ വാങ്ങാമെന്ന് പറയാനുള്ള. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.